കിഷ്കിന്ധാകാന്ഡം ടീമിൻ്റെ പുതിയ സിനിമയാണ് എക്കോ. ഇതിലാകെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ആസിഫ് അലി ഈ ചിത്രത്തിലില്ല. പകരം പടക്കളത്തിലെ നായകൻ സന്ദീപാണ് ഈ ചിത്രത്തിൽ ലീഡിംഗ് റോൾ ചെയ്യുന്നത്. സന്ദീപിനെ കൂടാതെ അശോകൻ, വിനീത്, നരേൻ എന്നിവരും ഈ സിനിമയിലുണ്ട്. നമുക്കതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം. മലേഷ്യക്കും ബർമ്മയ്ക്കും സിംഗപ്പൂരിനൊക്കെ ആളുകൾ കപ്പൽ കയറുമായി പണ്ട് സിനിമ അയ്യാനാലും കയറാൻ പോയത് ഒരു നിലവിൽ ഈ ബ്രീഡിന്റെ നല്ല തന്തയ്ക്ക് പറഞ്ഞ വർഷമുള്ളത് നിങ്ങളുടെ ഈ കാട്ടുകുത്തി മാത്രമാണ്. അല്ലെങ്കിൽ മലേഷ്യൻ പട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വെച്ച് ഈ നായ്ക്കളെ ബ്രീഡ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ആരെങ്കിലും മെനക്കെട്ട് വന്ന് താമസിക്കുക. പണ്ട് ജിംഗോർപ്പെട്ട് പോയി പാറമടയിൽ തന്നെ കഥ വായിച്ചിട്ടുണ്ട്. They will supply dogs to military and police in India. സർവീസിൽ വന്ന കാലം മുഴുവൻ ഞാൻ ആഗ്രഹിച്ചത് കുരേച്ചനൊന്ന് പെട്ടുകാണ്. കുരേച്ചനെ തീർക്കാൻ 100 പേരുണ്ടെങ്കിൽ 100 വിധ കാരണങ്ങളുണ്ട്. പല സ്ഥലങ്ങളിൽ വീട് മരിച്ചവരുണ്ട്, പുഴയിൽ മുങ്ങിയവരുണ്ട്, മെയിൻ തട്ടിയവരുണ്ട്, ആക്സിഡൻസ് ഉണ്ട്. പലജാതി ടീമുകളെ കറങ്ങിയെടുക്കുന്നു. ആ കാട്ടുകൊന്നാണെങ്കിൽ കാറ്റ് വിശ്വസിക്കുന്ന സ്ഥലം കരഞ്ഞാൽ പോലെ അതിന് കേൾക്കുക. ഇവിടെയും പശ്ചാത്തലം കാട് തന്നെയാണ്. കാടിൻ്റെ പശ്ചാത്തലവും കുറച്ച് നായ്ക്കളും എന്തോ ഒരു ഫോറിൻ സിനിമ കാണുന്ന ഒരു പ്രതീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും നമ്മൾ കിഷ്കിന്ധാകാന്ഡം കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. അത്രയും മനോഹരമായൊരു ചിത്രമായിരുന്നു അത്. ഒരു നല്ല സിനിമ തന്നെയായിരിക്കും എക്കോ എന്ന് അതിൻ്റെ ട്രെയിലർ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ബാഹുൽ രമേശാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നതും ഇതിൻ്റെ DOP കൈകാര്യം ചെയ്തിരിക്കുന്നതും. എന്തായാലും അതിലെ ഓരോ ഫ്രെയിമും അത്രയ്ക്ക് ദൃശ്യസുന്ദരമാണ്. ഒരു നല്ല സിനിമ നമുക്ക് തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് നമ്മളിതിൻ്റെ ട്രെയിലർ കണ്ടത്. എന്തായാലും ഒരു നല്ല സിനിമയായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.